എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗെയിമിംഗ് ചാനലിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തമ്പനയിലിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിതിലേക്ക് പിക്കാണ് ആഡ് ചെയ്യേണ്ടത്. പിക്ക് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ നേരത്തത് ആ കാസ്ട്രോവിൻ്റെ ഡ്രസ്സിൻ്റെ കളറാവണം ബാക്ക്ഗ്രൗണ്ടോട്ട് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ കൊടുക്കുന്ന പിക്കും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒരു ഒത്തുപോകത്തുള്ളൂ. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എന്താണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നോർമൽ ടൈപ്പിലുള്ള ഈ കാസ്ട്രോയുടെ തമ്പനയിലിനകത്ത് എന്തെങ്കിൽ കാസ്ട്രോ എന്നൊരു സംഭവം വന്നിട്ട് അതിൻ്റെ സബ് ടൈറ്റിലായിട്ട് ഈസ് ലൈവോ അല്ലെങ്കിൽ ഈസ് നൗ സ്ട്രീമിംഗ് എന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിനി ആ കാസ്ട്രോയുടെ എഴുതിയിരിക്കുന്ന ആ ഫോണ്ടിനെ നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കാം. നമുക്കിതിനകത്ത് ഈ ട്രാൻസ്പെറൻറ്റ് കളർ ചെയ്തെടുക്കാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് കളർ ചെയ്തതിന് ശേഷം സ്ട്രോക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് ആഡ് ചെയ്യുന്ന നേരത്ത് 1-2 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാലേ നമുക്കത് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ഇച്ചിരി എന്താ പറയുക ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ അതിനകത്ത്. അല്ലെങ്കിൽ അത് ഒരു വൃത്തികേടായിട്ടായിരിക്കും ഇത് കാണുമ്പോൾ തോന്നുന്നത്. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ ഒരു സബ് ടൈറ്റിലാണ്. പൊതുവേ കാസ്ട്രോയുടെ തമ്പനയിലിനകത്ത് കാണുന്നത് ഈസ് ലൈവോ സ്ട്രീമിംഗ് നൗവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്. അടുത്തതായി ഇതിനകത്തിലേക്കൊരു സബ് ടൈറ്റിലാണ്. അപ്പം സബ് ടൈറ്റിൽ നമുക്കിപ്പം ഈ സ്ട്രീമിംഗ് നൗ എന്നാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഗ്ലോ ഇഫക്റ്റാണ് നമുക്കതിനകത്ത് ആഡ് ചെയ്യേണ്ടത്, ഒരു തീയുടെ എഫക്റ്റ്. അപ്പം സൈസും കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുക്കുമ്പോൾ നമുക്കിതിനകത്ത് ഗ്ലോ എഫക്റ്റായിട്ട് ഒരു യെല്ലോ ആണ് വേണ്ടത്, ഒരു തീയുടെ എഫക്റ്റ്. ഒരു യെല്ലോ ആഡ് ചെയ്യുക. യെല്ലോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ആ യെല്ലോയുടെ ഷെയ്ഡ് വേണ്ടത് അത് ഇതിനകത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയത് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം എടുത്ത ആ ഫോണ്ട് ഒന്ന് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ കാസ്ട്രോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം നമുക്ക് എന്താണ് അതിൻ്റെ ഒപ്പാസിറ്റിയും കുറച്ച് പ്ലേസ് ചെയ്യാം. അപ്പം എന്നാൽ ആ തമ്പനയിൽ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്ന ഒരു വൃത്തി തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ തമ്പനയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ കാണാം. ടേക്ക് കെയർ.